എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു മോര് കാച്ചുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും മോര് കാച്ചുന്നത്. എന്നാൽ ഞാൻ മോര് കാച്ചുന്ന ഒരു രീതിയാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിൽ ഞാൻ തേങ്ങയോ അതുപോലെ കഷ്ണങ്ങളോ ഒന്നും ഇടാതെയാണ് മോര് കാച്ചിയെടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ദിവസം പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേടുകൂടാതെ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അധികം പുളിയില്ലാത്ത തൈര്, കട്ട തൈര് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കട്ട തൈരാകുമ്പോൾ നമുക്ക് അത് എത്രമാത്രം നമുക്ക് ലൂസ് വേണോ അത്രയും വെള്ളം നമ്മൾ ആദ്യമേ ചേർത്ത് റെഡിയാക്കി വെക്കണം. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് 4 വെളുത്തുള്ളി, അതുപോലെ 2 ചുവന്നുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇടികല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുകൊന്നും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുഴുവൻ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഫ്രഷ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ആ ഇല നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇല നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരണം. എന്നിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചതച്ച് വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഇളക്കി നമുക്കതൊന്ന് ചോപ്പിച്ചെടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ആയിട്ട് വരണം. കൊച്ചുള്ളി കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതെല്ലാം മുരിഞ്ഞ് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അധികം പാടില്ല, ആ മഞ്ഞ കളർ വേണം മുന്നോട്ട് നിൽക്കാൻ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആ മോരിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മോരാണ്. ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്കാണ് നമ്മൾ ഈ വറവൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ട് വേണം മോര് കാച്ചിയെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതുപോലെ തന്നെ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്നൊന്ന് അധികം ചൂട് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. മാത്രമല്ല ഇളക്കി കൊടുത്തില്ലെങ്കിലും ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമ്മൾ ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ ലോ ആക്കി വെച്ചിട്ട് കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കിയിട്ട് ഇതിൽ നിന്ന് ചെറുതായിട്ട് ആവി കയറി വരുന്നത് നമുക്ക് കാണാം. ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നത്. ഇതിപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച തൈരാണെങ്കിൽ അത് ചൂടായി വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മൾ കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. മാത്രമല്ല ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ മോര് കാച്ചുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മോര് കാച്ചി നോക്കണം. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാച്ചുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് ഇനിയും ഒരിക്കൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.